Dear students, myself Vishnu S. Nair, Assistant Professor, Mechanical Engineering Department, SNIT Adur. Today we are going to discuss the topic safety inventory and its role in supply chain in the subject supply chain and logistics management in S7 Mechanical Engineering. So going into the topic, safety inventory. എന്താണ് സേഫ്റ്റി ഇൻവെൻട്രി? സോ നമ്മൾ പഠിച്ചായിരുന്നു, നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കീപ്പ് ചെയ്യുന്ന ഇൻവെൻട്രിയാണ് സേഫ്റ്റി ഇൻവെൻട്രി എന്നുള്ളത്. സോ നമ്മൾ സേഫ്റ്റി ഇൻവെൻട്രി എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? നമുക്ക് ഏതൊരു സമയത്തും നമുക്ക് ഡിമാൻഡ് ഉണ്ടാകാൻ പറ്റും. ഡിമാൻഡ് എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നമുക്ക് ആ ഒരു ഡിമാൻഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ആ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം നമ്മുടെ ഒരു റീഓർഡർ പോയിൻ്റ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചായിരുന്നു. ആ റീഓർഡർ പോയിൻ്റ് കഴിഞ്ഞ് പിന്നെയും നമ്മൾ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡിലേ എന്തെങ്കിലും കൊണ്ട് ഈ പറഞ്ഞ ലോട്ട് വരാനായിട്ട് താമസിക്കും. നമ്മൾ ഓർഡർ ചെയ്ത ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിൽ കിട്ടാനായിട്ട് താമസിക്കും. സോ അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ നമുക്ക് ഈ പറഞ്ഞ ഡിമാൻഡ് ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഓർഡർ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മീറ്റ് ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ കീപ്പ് ചെയ്യുന്ന ഇൻവെൻട്രിയാണ് ഈ പറഞ്ഞ സേഫ്റ്റി ഇൻവെൻട്രി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ഇൻവെൻട്രി ക്യാരിഡ് ഫോർ ദ പർപ്പസ് ഓഫ് സാറ്റിസ്ഫൈയിങ് ദ ഡിമാൻഡ് ദാറ്റ് എക്സീഡ്സ് the amount of forecasted in a given period. So safety inventory is carried because demand is uncertain and the product shortage may result if actual demand exceeds the forecasted demand. So ഈ ഒരു കണ്ടീഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർകാസ്റ്റഡ് ആയിട്ടുള്ള വാല്യൂ എപ്പോഴും കറക്റ്റ് ആയിരിക്കണം, വളരെ ആക്യുറേറ്റ് ആയിരിക്കണം എന്നില്ല. സോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ്, അൺസർട്ടനിറ്റി, എന്തെങ്കിലും ഒരു റീസൺ കൊണ്ടിട്ട് ഈ പറഞ്ഞ ഡിമാൻഡ് കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന പർട്ടിക്കുലർ ഓർഡേഴ്സ് നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ സേഫ്റ്റി ഇൻവെൻട്രി നമ്മൾ കീപ്പ് ചെയ്ത്. ഓക്കെ, സോ ഈ ഒരു ഫിഗർ വെച്ചിട്ട്, ഈ ഒരു ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് സേഫ്റ്റി ഇൻവെൻട്രി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സ് ആക്സിസിൽ നമ്മൾ ടൈം പീരീഡാണ് പ്ലോട്ട് ചെയ്തേക്കുന്നത്, വൈ ആക്സിസിൽ ക്വാണ്ടിറ്റിയാണ് പ്ലോട്ട് ചെയ്തേക്കുന്നത്. ആൻഡ് ഫസ്റ്റ് കേസിൽ നമ്മുടെ കയ്യിൽ അത്രയും ക്വാണ്ടിറ്റി മാക്സിമം സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. നമ്മളത് യൂസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പോയിൻ്റ് എത്തിയപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്തു? റീ ഓർഡർ ചെയ്താൽ അന്ന് തന്നെ നമ്മുടെ കയ്യിലേക്ക് ഈ പറഞ്ഞ സ്റ്റോക്ക് കിട്ടണമെന്നില്ല. പക്ഷേ നമ്മൾ എന്താണ്, അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ യൂസ് ചെയ്യണം. സോ ഏതോ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് എത്തിയപ്പോഴത്തേക്കൊണ്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നു. അതുകൊണ്ടാണ് വീണ്ടും ഈ പറഞ്ഞ ലൈന് കൂടിപ്പോയേക്കുന്നത്. അത് ആ ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ ലീഡ് ടൈം എന്ന് പറയുന്നത്. സോ നമ്മുടെ കയ്യിലേക്ക് ഈ പറഞ്ഞ ലീഡ് ടൈം കൊണ്ട് സാധനം കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി അഥവാ ഇൻ കേസ് നമ്മൾ ആ ഒരു ലീഡ് ടൈം കൂടിപ്പോവുകയോ അല്ലെങ്കിൽ ഇൻ കേസ് ആ ഒരു ടൈമിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് ഉണ്ടായി, ആ ഒരു സമയത്ത് യൂസ് ചെയ്യുന്ന സ്റ്റോക്കിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അതായത് ഒരു മിനിമം സ്റ്റോക്ക് നമ്മൾ എപ്പോഴും സ്റ്റോക്ക് ഇൻ ഹാൻഡ് ആയിട്ട് നമ്മൾ വയ്ക്കാറുണ്ട്. സോ അതിനെയാണ് നമ്മൾ സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറഞ്ഞേക്കുന്നത്. ഇതിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ഈ ഒരു ഗ്രാഫ് ഓർമ്മ നിൽക്കണം. ഓക്കെ, ഇതിൽ സൈക്കിൾ ഇൻവെൻട്രി എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്തു, റീഓർഡർ പോയിന്റിൽ നിന്നും ഈ പറഞ്ഞ സേഫ്റ്റി സ്റ്റോക്ക് എത്തുന്നത് വരെയുള്ള നമ്മൾ യൂസ് ചെയ്ത ആ ഒരു പർട്ടിക്കുലർ ഇൻവെൻട്രിയാണ് നമ്മൾ സൈക്കിൾ ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഈ ഓർഡർ ചെയ്ത ക്വാണ്ടിറ്റിയാണ് ക്യൂ എന്ന് പറഞ്ഞ് നോട്ട് ചെയ്തേക്കുന്നത്. അതിൻ്റെ താഴേക്കുള്ളത് സേഫ്റ്റി ഇൻവെൻട്രി. സോ ആവറേജ് ഇൻവെൻട്രി എന്ന് പറയുന്നത് ഓൾവേസ് സൈക്കിൾ ഇൻവെൻട്രി പ്ലസ് സേഫ്റ്റി ഇൻവെൻട്രി ആയിരിക്കും വരുന്നത്. സോ ആവറേജ് ഇൻവെൻട്രി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞായിരുന്നു സേഫ്റ്റി ഇൻവെൻട്രി പ്ലസ് സൈക്കിൾ ഇൻവെൻട്രി എന്നുള്ളതാണ് വരുന്നത്. സോ നമ്മൾ ഇപ്പം നമുക്ക് ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡിമാൻഡ് ഉണ്ടാവും, എപ്പോഴായാലും ഈ പറഞ്ഞ ഡിമാൻഡ് ഉണ്ടാവും എന്നും പറഞ്ഞിട്ട് നമുക്ക് ഈ പറഞ്ഞ സേഫ്റ്റി ഇൻവെൻട്രി അല്ലെങ്കിൽ നമുക്കത് കൂടുതലാക്കി വെക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ കൂടുതലാക്കി വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി ഇൻവെൻട്രിക്ക് പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. സോ ഇത് നമ്മൾ കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവറേജ് ഇൻവെൻട്രിയാണ് അത് കൂടാനായിട്ട് സഹായിക്കുന്നത്. അതുവഴി നമ്മുടെ ഹോൾഡിംഗ് കോസ്റ്റ് ഇൻക്രീസ് ആകും. ഇൻ കേസ് നമ്മൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള സേഫ്റ്റി ഇൻവെൻട്രി കീപ്പ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്ക് നമുക്ക് ഓർഡേഴ്സ് മീറ്റ് ചെയ്യാൻ പറ്റി എന്ന് വരത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ റേറ്റ് നമ്മുടെ താഴേക്ക് പോകും. സോ അങ്ങനെ ഒരു ഇതുണ്ടാവാതെ നമ്മൾ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു സേഫ്റ്റി ഇൻവെൻട്രി നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ എപ്പോഴും നമ്മൾ സേഫ്റ്റി ഇൻവെൻട്രിയെ കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ ഒരു മാനേജർ ലെവലിൽ അവർ തിങ്ക് ചെയ്യുമ്പോഴത്തേക്കും രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ അവർ റൈസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് സേഫ്റ്റി ഇൻവെൻട്രി ദേ നീഡ് ടു ക്യാരി? എത്രയാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ട കറക്റ്റായിട്ടുള്ള സേഫ്റ്റി ഇൻവെൻട്രിയുടെ ലെവൽ? വാട്ട് ആക്ഷൻസ് ക്യാൻ ബി ടേക്കൺ ടു ഇംപ്രൂവ് പ്രോഡക്റ്റ് അവൈലബിലിറ്റി വൈൽ റെഡ്യൂസിങ് ദ
സേഫ്റ്റി ഇൻവെൻട്രി. നമുക്ക് മാക്സിമം സേഫ്റ്റി ഇൻവെൻട്രി കൂട്ടുന്നതിലല്ല കാര്യം. നമ്മൾ സേഫ്റ്റി ഇൻവെൻട്രി ഒരു മിനിമം പോയിന്റ് വച്ചുകൊണ്ട് നമുക്ക് പ്രോഡക്റ്റ് അവൈലബിലിറ്റി റേറ്റ് കൂട്ടണം. കാര്യം സേഫ്റ്റി ഇൻവെൻട്രി കൂടിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ ഹോൾഡിംഗ് കോസ്റ്റ് ആയിരിക്കും കാണും. സോ മിനിമം ഒരു സേഫ്റ്റി ഇൻവെൻട്രി കീപ്പ് ചെയ്യണം. പക്ഷേ കറക്റ്റായിട്ടുള്ള പ്രോഡക്റ്റ് അവൈലബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. സോ ഈ പറഞ്ഞ സേഫ്റ്റി ഇൻവെൻട്രി ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മുടെ കയ്യിലേക്ക് വരുന്ന സപ്ലൈ ആൻഡ് ഡിമാൻഡ് അൺസർട്ടനിറ്റി, ഡിമാൻഡ്, ഡിസൈഡ് ലെവൽ ഓഫ് പ്രോഡക്റ്റ് അവൈലബിലിറ്റി. സോ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സേഫ് ഇൻവെൻട്രി നമുക്ക് അഫക്റ്റഡ് ആവുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് പ്രോഡക്റ്റ് അവൈലബിലിറ്റി. പ്രോഡക്റ്റ് അവൈലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്ത സാധനം നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നു എന്നുള്ള ആ ഒരു എത്ര ഇതിൻ്റെ അകത്ത് നമുക്ക് എത്ര ഒരു റിപ്ലനിഷ്മെൻറ്റ് നടക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പ്രോഡക്റ്റ് അവൈലബിലിറ്റി മെഷർ ചെയ്യുന്നത്. സോ പ്രോഡക്റ്റ് അവൈലബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ 3 ടേംസാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന് പ്രോഡക്റ്റ് ഫിൽ റേറ്റ്, സെക്കൻഡ് വൺ ഈസ് ഓർഡർ ഫിൽ റേറ്റ് ആൻഡ് തേർഡ് വൺ ഈസ് സൈക്കിൾ സർവീസ് ലെവൽ എന്നുള്ളതാണ്. സോ പ്രോഡക്റ്റ് ഫിൽ റേറ്റ് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിമാൻഡ് ദാറ്റ് ഈസ് സാറ്റിസ്ഫൈഡ് ഫ്രം product in the inventory, and order fill rate is the fraction of orders that are filled from the available inventory, and cycle service level is the fraction of replenishment cycle that end in the customer demand being met. സോ ഹൗ ടു മെഷർ ദ ഡിമാൻഡ് അൺസർട്ടനിറ്റി. നമുക്ക് ഡിമാൻഡ് അൺസർട്ടനിറ്റി എങ്ങനെയാണ് മെഷർ ചെയ്യുക? സോ ഡിമാൻഡ് എന്ന് പറയുന്നതിന് ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫോർകാസ്റ്റിംഗ് യൂസ് ചെയ്തിട്ടാണ്. സോ ഫോർകാസ്റ്റിങ്ങിന് 2 വാല്യൂസ് വരുന്നുണ്ട്. ഒന്ന് സിസ്റ്റമാറ്റിക് കമ്പോണൻറ്റ്, ഒന്ന് റാൻഡം കമ്പോണൻറ്റ്. നമുക്ക് സിസ്റ്റമാറ്റിക് കമ്പോണൻ്റ് ആണ് മെഷർ ചെയ്യാൻ പറ്റുന്നത്. റാൻഡം കമ്പോണൻറ്റ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ഈ പറഞ്ഞ സിസ്റ്റമാറ്റിക് കമ്പോണൻറ്റിനെ നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. മാക്സിമം ആക്യുറേറ്റ് ആയിട്ട് നമുക്കത് മെഷർ ചെയ്തെടുക്കാനാണ് ശ്രമിക്കുന്നത്. സപ്പോസ് ഈ പറഞ്ഞ ഡിമാൻഡിന് ഫ്ലക്ച്വേഷൻ ഉണ്ടായി, ദാറ്റ് മീൻസ് ഒരു ഫോർകാസ്റ്റഡ് എറർ വാല്യൂ ആണ് അവിടെ ഉണ്ടാകുന്നത്. സോ ആ എറർ വാല്യൂവിനെയാണ് നമ്മൾ എന്തോ പറയുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി ഡിമാൻഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സിഗ്മ ഡി ആൻഡ് ആവറേജ് ഡിമാൻഡ് പെർ പീരീഡ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ ടി. So evaluating the demand distribution over L periods, it will be using the formula, this particular formula for the DL. ആൻഡ് ഡി എൽ എന്ന് പറയുന്നത് നമ്മൾ ഡിമാൻഡ് ഡ്യൂറിങ് ദ ലീഡ് ടൈം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലത്തിൽ കാൽക്കുലേഷന് വേണ്ടി വരും. സോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് ഇൻറ്റു ലീഡ് ടൈം എന്നുള്ളൊരു റേറ്റ് ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിമാൻഡ് പെർ വീക്ക് അല്ലെങ്കിൽ ഡിമാൻഡ് പെർ സെർട്ടൺ പീരീഡ് ഇൻറ്റു ദാറ്റ് മച്ച് പീരീഡ് എന്നുള്ള രീതിയിലാണ് ഡി എൽ എന്നുള്ളത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഹൗ ടു മെഷർ ദ പ്രോഡക്റ്റ് അവൈലബിലിറ്റി. സോ പ്രോഡക്റ്റ് അവൈലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു, ഒരു ഫേമിന്, ഒരു കമ്പനിക്ക് അവരുടെ കയ്യിലേക്ക് വരുന്ന ഓർഡേഴ്സ് എങ്ങനെ അവർക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് അവർക്ക് ഈ പറഞ്ഞ പ്രോഡക്റ്റ് അവൈലബിലിറ്റി ഇത് ചെയ്യുന്നത്. സോ അതിനെ 3 ടേംസ് യൂസ് ചെയ്തിട്ടാണ്. ഒന്ന് പ്രോഡക്റ്റ് ഫിൽ റേറ്റ്. പ്രോഡക്റ്റ് ഫിൽ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിമാൻഡ് ദാറ്റ് ഈസ് സാറ്റിസ്ഫൈഡ് ഫ്രം ദ പീരീഡ് ഓഫ് ഇൻവെൻട്രി. അതായത് എത്ര യൂണിറ്റാണ് അവർക്ക് ഓർഡർ കിട്ടുന്നത്, അത്രയും യൂണിറ്റ് അവർക്ക് ഓർഡർ അവിടെ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. വിത്ത് റെസ്പെക്ട് ടു യൂണിറ്റാണ് നമ്മളത് ചെക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിലാണ് അത് പ്രോഡക്റ്റ് ഫിൽ റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ഓർഡർ, ഹൗ മച്ച് ഓർഡേഴ്സ് ദേ ആർ ഗെറ്റിംഗ്. സപ്പോസ് 10 ഓർഡർ വന്നു, 10 ഓർഡറിലായിട്ടായിരിക്കും. ആദ്യത്തെ ഓർഡറിൽ 100, രണ്ടാമത്തെ ഓർഡറിൽ 200, മൂന്നാമത്തെ ഓർഡറിൽ 300, അങ്ങനെ ഒരു റേറ്റിലാണ് അത് വരുന്നത്. സോ നമുക്ക് ആ 10 ഓർഡർ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ഓർഡർ ഫിൽ റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് CSL, ദാറ്റ് ഈസ് സൈക്കിൾ സർവീസ് ലെവൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞ റിപ്ലനിഷ്മെൻറ്റ് സൈക്കിളിനെ ബേസ് ചെയ്തിട്ടാണ്. സോ CSL ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് റിപ്ലനിഷ്മെൻറ്റ് സൈക്കിൾ ദാറ്റ് എൻഡ് വിത്ത് ദ കസ്റ്റമർ ഡിമാൻഡ് മീയിങ് നെറ്റ്. അതായത് ഈ പറഞ്ഞ റിപ്ലനിഷ്മെൻറ്റ് സൈക്കിളിൻ്റെ ഇടയ്ക്ക് എത്രത്തോളം കസ്റ്റമർ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് സൈക്കിൾ സർവീസ് ലെവൽ എന്നുള്ളത് പറയുന്നത്. ആൻഡ് റീപ്ലേസ്മെൻറ്റ് പോളിസീസ്, നമുക്ക് ഇത് റിപ്ലനിഷ്മെൻറ്റ് പോളിസീസ് എങ്ങനെയാണ് നമ്മൾ റിപ്ലനിഷ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ബേസിക്കലി 2 ടൈപ്സ് ഓഫ് റിപ്ലനിഷ്മെൻറ്റ് ഉണ്ട്. റിപ്ലനിഷ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഓർഡർ ചെയ്ത സാധനം നമ്മുടെ സ്റ്റോക്ക് തീരാറാകുമ്പോഴത്തേക്കും നമ്മൾ റീ ഓർഡർ പോയിന്റ് വെച്ചിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്നു. നമുക്കത് സേഫ്റ്റി സ്റ്റോക്ക് യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ കയ്യിൽ എത്തണം.
അത് എത്തി നമ്മൾ വീണ്ടും ആ ഒരു സ്റ്റോക്ക് മാക്സിമം ലെവലിലേക്ക് എത്തുന്ന ആ ഒരു പർട്ടിക്കുലർ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റീപ്ലെനിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ 2 ടൈപ്പ് ഓഫ് റീപ്ലെനിഷ്മെൻറ്റ് പോളിസീസാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് കണ്ടിന്യൂസ് റിവ്യൂ ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് പീരിയോഡിക് റിവ്യൂ. സോ കണ്ടിന്യൂസ് റിവ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണോ ആ യൂണിറ്റ് ക്വാണ്ടിറ്റി കുറഞ്ഞ് ഒരു റീഓർഡർ പോയിന്റിൽ എത്തുന്ന ആ സമയത്ത് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നു. അതായത് ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഓർഡർ എപ്പോഴും ലോട്ട് സൈസ് സെയിം തന്നെ ആയിരിക്കും. അതിന് എടുക്കുന്ന ടൈം പീരീഡാണ്. ടൈം പീരീഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ആ സമയത്തുണ്ടാവുന്ന ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ടാണ്. സോ നമ്മൾ എപ്പോഴും അത് ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ കയ്യിലുള്ള ഇൻവെൻട്രി എത്രയാണ് എന്നുള്ളത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓർഡർ ചെയ്യും. ഓർഡർ ചെയ്ത് നമ്മൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് മാക്സിമം സ്റ്റോക്കിലേക്ക് എത്തുകയാണ്. സോ ഇതിൽ വേരിയേഷൻ വരുന്നത് എന്തിനാണ്, ടൈമിനാണ്. ഈ ഓർഡർ ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡിനാണ് നമുക്ക് എന്ത് പറയുന്നത്, വേരിയേഷൻ വരുന്നത്. സോ ഇതിൻ്റെ ഒരു ഗ്രാഫാണ് ഈ പ്ലോട്ട് ചെയ്തേക്കുന്നത്, കണ്ടിന്യൂസ് റിവ്യൂ റിപ്ലെനിഷ്മെൻറ്റ് ആൻഡ് പീരിയോഡിക് റിവ്യൂ റിപ്ലെനിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. പീരിയോഡിക് റിവ്യൂ റിപ്ലെനിഷ്മെൻറ്റ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ വേരി ചെയ്യും. നമ്മൾ എപ്പോഴും സപ്പോസ് ഒരു 2 മാസം കൂടുമ്പോൾ ആ 2 മാസം കൂടുമ്പോഴും നമ്മൾ കറക്റ്റായിട്ട് എപ്പോഴും സ്റ്റോക്ക് ചെക്ക് ചെയ്യും. സ്റ്റോക്ക് ചെക്ക് ചെയ്തിട്ട് അത് ആ ഒരു ടൈമിൽ എത്ര ഇനി മാക്സിമം സ്റ്റോക്ക് എത്താൻ വേണമോ അത്രയും നമ്മളങ്ങ് ഓർഡർ ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തോ പറയുന്നത്, പീരിയോഡിക് റിവ്യൂ റിപ്ലെനിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പീരിയോഡിക് റിവ്യൂ റിപ്ലെനിഷ്മെൻറ്റിൽ ടൈം പീരീഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ചെക്ക് ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡ് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓർഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റിക്ക് വ്യത്യാസം വരും. അത് നമ്മൾ ഈ പറഞ്ഞ കണക്ക് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അങ്ങനെയുള്ളതൊന്നും അല്ല ചെയ്യുന്നത്. മാക്സിമം സ്റ്റോക്ക് എത്താനായിട്ട് നമുക്ക് എത്ര ഓർഡർ വേണം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു ഗ്രാഫാണ് ഈ. Dear students, myself Vishnu S. Nair, Assistant Professor, Mechanical Engineering Department, SNIT Adur. Today we are going to discuss the topic safety inventory and its role in supply chain in the subject Supply Chain and Logistics Management in S7 Mechanical Engineering. ചെയ്യുമ്പോഴുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത്. സോ നമുക്ക് എക്സാമിന് പ്രോബ്ലം ചോദിക്കുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് സേഫ്റ്റി ഇൻവെൻട്രി എന്നുള്ളൊരു രീതിയിലായിരിക്കും. സോ അങ്ങനെ ഒരു പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് അസംഷൻ നമുക്ക് ഇതിൽ പറഞ്ഞിട്ടില്ല, പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യണം ഇറ്റ് ഈസ് വി ആർ ടേക്കിംഗ് ദ continuous review policy, and the continuous review policy consists of a lot size Q ordered with the inventory on hand, and it declines to the ROP. And weekly demand, it is normally distributed with a standard deviation of sigma D, and weekly demand will be taken as capital D, and the replenishment lead time, it will be taken as capital L, and expected demand during the lead time we can calculate it by using the formula D into L, and safety inventory will be calculated using the formula ROP minus D into L. സോ നമുക്ക് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഈ സേഫ്റ്റി ഇൻവെൻട്രിയുടെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ്, നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു പ്രോബ്ലമാണ്. ഓക്കെ, അസ്യൂം ദാറ്റ് ദ വീക്ക്ലി ഡിമാൻഡ് ഫോർ ദ ഫോൺസ് at XYZ company is normally distributed with a mean of 2500 and a standard deviation of 500. The manufacturer takes 2 weeks to fill an order placed by the company. The store manager currently orders 10,000 phones when the inventory on hand drops to 6,000, and evaluate the safety inventory and the average inventory carried by XYZ. Also evaluate the time a phone spends at XYZ company. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു കമ്പനി വീക്ക്ലി ഡിമാൻഡ് ഫോൺ വരുന്നത് 2500 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 500 ആണെന്ന് തന്നിട്ടുണ്ട്. 2 ആഴ്ചയാണ് റിപ്ലനിഷ്മെൻറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈം, ദാറ്റ് ഈസ് ലീഡ് ടൈമാണ് തന്നേക്കുന്നത്. മാനേജർ എത്രയാണ് ഓർഡർ ചെയ്യുന്നത്? 10,000 ഫോൺസ് വെച്ചാണ് ഓർഡർ ചെയ്യുന്നത്. സോ റീ ഓർഡർ പോയിൻ്റാണ് അടുത്ത് തന്നേക്കുന്നത് 6000. എപ്പോഴാണ് ഓർഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞേക്കുന്നത് 6000 ആകുമ്പോഴത്തേക്കും വീണ്ടും അയാൾ ഒരു 10,000 ഫോൺ ഓർഡർ ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഒന്ന് സേഫ്റ്റി ഇൻവെൻട്രി, രണ്ടാമത്തത് ആവറേജ് ഇൻവെൻട്രി എത്രയാണ് ആ കമ്പനി കീപ്പ് ചെയ്യുന്നത്, മൂന്നാമത്തത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ഒരു ഫ്ലോ ടൈമാണ് നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഒരു ഫോൺ എത്ര സമയം അവിടെ ആ ഒരു കമ്പനിയിൽ സെയിലായി പോകാനായിട്ട് എടുക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കാൽക്കുലേഷനാണ് ആ വരുന്നത്. സോ ഈ ഒരു പ്രോബ്ലം ഞാൻ ആ ബോർഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവർ തന്നേക്കുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നേക്കുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 500 എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ദിസ് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ ദ വീക്ക്ലി ഡിമാൻഡ് ആണ് തന്നേക്കുന്നത്. ദാറ്റ് ഈസ് സിഗ്മ ഡി ഈസ് ഈക്വൽ ടു 500 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി the manufacturer takes 2 weeks to fill an order എന്നാണ് പറഞ്ഞേക്കുന്നത്. That means ആ തന്നേക്കുന്നത് എന്താണ്? ലീഡ് ടൈം. ലീഡ് ടൈമിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തത് ക്യാപിറ്റൽ L is equal to 2 weeks. ഓക്കെ, അടുത്ത തന്നേക്കുന്നത് എന്താണ്? The store manager currently orders 10,000 phones. അതായത് എന്താ വരുന്നത്? Currently orders 10,000 phones. That means അയാൾ ഓർഡർ ചെയ്യുന്ന ലോട്ട് സൈസ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? That is average lot size capital Q is equal to 10,000. Okay, ഇനി പറഞ്ഞിട്ടുണ്ട് when the inventory on hand drops to 6,000 എന്നാ പറഞ്ഞേക്കുന്നത്. ഇൻവെന്ററി 6000 ആയപ്പോൾ അയാൾ 10000 വെച്ച് ഓർഡർ ചെയ്യുന്നു എന്നാ പറഞ്ഞേക്കുന്നത്. അതായത് ആ 6000 എന്ന് പറയുന്നത് എന്താണ്? 6000 എന്ന് പറയുന്ന വാല്യൂവിനെ നമുക്ക് എന്ത് വാല്യൂ ആയിട്ട് എടുക്കാൻ പറ്റും? ഏത് സമയത്ത് ഏതൊരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോഴാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്? ആ ഒരു പോയിന്റിന് നമ്മൾ ഒരു പേര് പറയുമല്ലോ. എന്താണ് ആ പേര്? റീഓർഡർ പോയിന്റ്. ROP. റീഓർഡർ പോയിന്റ് ആണ് തന്നിരിക്കുന്നത്. ROP എന്ന് പറയുന്നതാണ് 6000. ഓക്കെ, ഇനി നമ്മളടുത്ത് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? കാൽക്കുലേറ്റ് സേഫ്റ്റി ഇൻവെന്ററി ആൻഡ് ആവറേജ് ഇൻവെന്ററി ക്യാരിഡ് ബൈ ദ കമ്പനി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ സേഫ്റ്റി ഇൻവെന്ററി എന്ന് പറയുന്ന ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് സേഫ്റ്റി ഇൻവെന്ററി? സേഫ്റ്റി ഇൻവെന്ററിയുടെ ഫോർമുല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ് പഠിച്ചാണ്. സേഫ്റ്റി ഇൻവെന്ററി SS is equal to ROP minus B into L. Okay, ഇനി നമ്മൾ പറഞ്ഞത് ഗ്രാഫ് ഫോർമുല നമ്മൾ പറഞ്ഞല്ലേ. സോ നമ്മൾ ഇത് ഇത്രയാണ് നമ്മുടെ സേഫ്റ്റി ഇൻവെന്ററി. ഓക്കെ, സേഫ്റ്റി ഇൻവെന്ററി പറയാം. നമ്മൾ ഇവിടെ ഓർഡർ ചെയ്യുന്നു, ഇങ്ങനെ റിപ്ലേസ് ചെയ്യുന്നു, വീണ്ടും ഇങ്ങനെ ഓർഡർ സൈക്കിൾ നടക്കുന്നു. ഈ ഒരു പോയിന്റ്
ഇൻവെന്ററി എന്ന് പറഞ്ഞു. ഓക്കെ, സോ ആവറേജ് ഇൻവെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റി ഇൻവെന്ററി പ്ലസ് സൈക്കിൾ ഇൻവെന്ററി എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ സേഫ്റ്റി ഇൻവെന്ററി എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ ഈ ഒരു പോയിന്റ് ഓക്കെ ROP ആണ്. അവിടെ നിന്ന് നമുക്ക് ഈ ഒരു യൂസേജ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ പർട്ടിക്കുലർ യൂസേജ് എന്ന് പറയുന്നത് ഓക്കെ ഈ പർട്ടിക്കുലർ യൂസേജ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? ഈ ഒരു ടൈം പീരീഡ് ഓക്കെ ഈ പറഞ്ഞ ടൈം പീരീഡ് എന്ന് പറയുന്നത് റീഓർഡർ ലെവലിൽ നിന്ന് ഈ ഒരു പർട്ടിക്കുലർ ടൈം നമുക്ക് ഓർഡർ നമ്മുടെ കയ്യിൽ കിട്ടിയ സമയം വരെയുള്ള ടൈം പീരീഡിനെ നമ്മൾ എന്താ പറയുന്നത്? ലീഡ് ടൈമിൽ യൂസ് ചെയ്യുന്ന ഇൻവെന്ററി എന്നുള്ളതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഫോർമുല പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ് ലീഡ് ടൈം? ലീഡ് ടൈമിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഫോർമുല പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ലീഡ് ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിമാൻഡ് പെർ വീക്ക് ഇൻടു ലീഡ് ടൈം എന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ ഈ ഒരു ടൈം പീരീഡിൽ നമ്മൾ യൂസ് ചെയ്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് D ഇൻടു L എന്ന് പറയുന്നത്. ഓക്കെ, സോ D ഇൻടു L എന്ന് പറയുന്നത് നമ്മുടെ ലീഡ് ടൈമിൽ യൂസ് ചെയ്ത സ്റ്റോക്കാണ്. നമുക്ക് കണ്ടുപിടിക്കാൻ പറയുന്നത് സേഫ്റ്റി ഇൻവെന്ററി ആണ്. റീഓർഡർ പോയിന്റ് നമുക്ക് അറിയാം. ഓക്കെ, ഈ ഒരു സേഫ്റ്റി ഇൻവെന്ററി എന്നുള്ള വാല്യൂ ഒക്കെ എത്രയാണ്? ഇത് ഇത്രയും റീഓർഡർ പോയിന്റ് ആണ് വരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് D ഇൻടു L ആണ്. അതുകൊണ്ടാണ് നമ്മൾ സേഫ്റ്റി ഇൻവെന്ററി SS is equal to reorder point minus the stock which we have used during the lead time. Okay, ഈ ഫോർമുല എന്താണെന്ന് മനസ്സിലായോ? Okay, so reorder point നമുക്ക് എത്രയാണ് വന്നിരിക്കുന്നത്? 6000 minus ഡിമാൻഡ് എത്രയാണ്? ഡിമാൻഡ് നമുക്ക് വന്നിരിക്കുന്നത് 2500 into lead time to that is equal to 5000 6000 പോയിട്ട് ബാക്കി 1000. So safety inventory എന്ന് പറയുന്നത് എത്രയാണ്? സേഫ്റ്റി ഇൻവെന്ററി SS എന്ന് പറയുന്നത് 1000 ആണ്. ഓക്കെ, സേഫ്റ്റി ഇൻവെന്ററി SS എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 1000 കിട്ടി. ഓക്കെ, സോ സൈക്കിൾ ഇൻവെന്ററി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞായിരുന്നു. നമ്മൾ ഗ്രാഫ് വരച്ചു. ഇത്രയും സേഫ്റ്റി ഇൻവെന്ററി ഇവിടെ നിന്ന് ഓർഡർ ചെയ്യുന്നു, തിരിച്ച് റിട്ടേൺ ചെയ്യുന്നു, വീണ്ടും ഓർഡർ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ റീഓർഡർ പോയിന്റ്. സോ ഈ ഇത്രയുമാണ്, അതായത് ആവറേജ് ഇൻവെന്ററിനെയാണ് നമ്മൾ സൈക്കിൾ ഇൻവെന്ററി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആവറേജ് ഇൻവെന്ററി സൈക്കിൾ ഇൻവെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയും നമ്മൾ എന്താണ് ഓർഡർ ചെയ്ത ഇൻവെന്ററി, ദാറ്റ് ഈസ് Q. ഓക്കെ, ഓർഡർ ചെയ്ത ഇൻവെന്ററി ആണ് Q എന്ന് പറയുന്നത്. അപ്പൊ സൈക്കിൾ ഇൻവെന്ററി എന്ന് പറയുന്നത് ഓക്കെ സൈക്കിൾ ഇൻവെന്ററി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആവറേജ് ആണ് കേട്ടോ, ദാറ്റ് ഈസ് Q/2. ക്യാപിറ്റൽ Q/2. എത്ര വെച്ചാണ് ഓർഡർ ചെയ്യുന്നത്? എത്ര വെച്ചാണ് ഓർഡർ ചെയ്യുന്നത്? 10,000 വെച്ചാണ് ഓർഡർ ചെയ്യുന്നത്. Therefore 10,000 divided by 2 that is equal to 5,000 is the cycle inventory. Okay, so ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആവറേജ് ഇൻവെന്ററി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ അല്ലേ?
ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ആവറേജ് ഇൻവെന്ററി എന്നുള്ളതല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആവറേജ് ഇൻവെന്ററി എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂയാണ് നമ്മൾ ആവറേജ് ഇൻവെന്ററി എന്ന് പറയുന്നത് അല്ലേ. സൈക്കിൾ ഇൻവെന്ററി ഇത് സേഫ്റ്റി സ്റ്റോക്ക്, സേഫ്റ്റി ഇൻവെന്ററിയാണ് എന്ന് പറയുന്നത്. ആവറേജ് ഇൻവെന്ററി എന്നുള്ളത് പറയുന്നത് ഞാനത് സേഫ്റ്റി സ്റ്റോക്കിന്റെ ഗ്രാഫ് പഠിപ്പിച്ചപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം എന്ന് പറഞ്ഞായിരുന്നു. സൈക്കിൾ ഇൻവെന്ററി ഈ പറഞ്ഞ സേഫ്റ്റി ഇൻവെന്ററി കൂടെ കൂടുമ്പോഴാണ് നമുക്ക് ആവറേജ് ഇൻവെന്ററി എന്നുള്ള കാര്യം. അപ്പൊ നമുക്ക് ആവറേജ് ഇൻവെന്ററി കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് സൈക്കിൾ ഇൻവെന്ററി, നമുക്കറിയാം, നമുക്ക് സേഫ്റ്റി സ്റ്റോക്ക് അറിയാം. Therefore, average inventory is equal to cycle inventory plus safety stock. Okay, cycle inventory plus safety stock ആണ്. Cycle inventory എത്രയാണ്? 5000 ആണ്. Safety stock വരുന്നത് 1000 ആണ്. That is 6000 എന്ന് പറയുന്നതാണ് നമ്മുടെ ആവറേജ് ഇൻവെന്ററി. ആവറേജ് ഇൻവെന്ററി എന്ന് പറയുന്നത് 6000 ആണ്. ഇനി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് കണ്ടുപിടിക്കാനായിട്ട്? ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ആവറേജ് ഫ്ലോർ ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞതാണ്. ഓക്കെ, ആവറേജ് ഫ്ലോർ ടൈം എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആവറേജ് ഫ്ലോർ ടൈം എന്ന് പറയുന്നത് അതായത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്തുവാണ്? ഓൾസോ കാൽക്കുലേറ്റ് ദ ആവറേജ് ടൈം എ ഫോൺ ദാറ്റ് സ്പെൻഡ്സ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ കമ്പനി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഫോൺ എത്ര സമയം ആ കമ്പനിയുടെ കയ്യിലുണ്ടാവും, അതായത് എന്താണ് ആവറേജ് ഫ്ലോർ ടൈം ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ആവറേജ് ഇൻവെന്ററി ഉണ്ട്, ആവറേജ് ഇൻവെന്ററി ഉണ്ട്, ഡിമാൻഡ് പെർ വീക്ക് ഉണ്ട്. ഓക്കെ, സോ ആവറേജ് ഫ്ലോർ ടൈം എന്ന് പറയുന്നത് ആവറേജ് ഇൻവെന്ററി ഡിവൈഡഡ് ബൈ ആവറേജ് ഡിമാൻഡ് പെർ വീക്ക്. ആവറേജ് ഡിമാൻഡ് പെർ വീക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആവറേജ് ഇൻവെന്ററി എന്ന് പറയുന്നത് എത്രയാണ്? 6000. 6000 divided by average demand per week. Demand per week അവർ തന്നിട്ടുണ്ടായിരുന്നത് എത്രയാണ്? 2000. 2500 തന്നിട്ടുണ്ടായിരുന്നു. സോ ആവറേജ് ഫ്ലോർ ടൈം എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യണം. 2.4 weeks എന്ന് പറഞ്ഞാൽ. ഓക്കെ,